സൂപ്പർ അവയർനെസ് ബോണസ് 8,800 രൂപയാണ്. ഒരു ദിവസം 17,600 രൂപ നമുക്ക് വരുമാനം കിട്ടും. സൂപ്പർ ഫാമിലി ബോണസ് 5,940 രൂപയാണ്. ഒരു ദിവസം 11,880 രൂപയായിരിക്കും നമുക്ക് കിട്ടുന്ന വരുമാനം. അപ്പൊ പെർ ഡേ ഇൻകം എന്ന് പറയുന്നത് 29,480 രൂപയാണെങ്കിൽ അതൊരു മാസത്തിലേക്ക് വരുമ്പോൾ 8,84,400 രൂപയാണ്. അതൊരു വർഷത്തിലേക്ക് വരുമ്പോൾ 1,06,12,800 രൂപയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ മദർ പ്ലാൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മദർ പ്ലാനിൽ നമുക്ക് പറയാനുള്ളത്. ഇത് അപ്പൊ 50,000 രൂപ മുടക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പിക്കപ്പ് സെന്റർ എടുക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങളുടെ 50,000 PV നിങ്ങളുടെ ടീമിൽ ഒരു വ്യക്തിയാണ് അത് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് സർപ്രൈസ് ബോണസ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് 400 PV ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ക്യാരി ഫോർവേഡ് ആയിട്ട് വരുന്നത്. അത് ലെഫ്റ്റ് റൈറ്റ് എന്നാണോ മാച്ച് ചെയ്യുന്നത്, അങ്ങനെ 400 PV മാച്ച് ചെയ്യുമ്പോൾ സർപ്രൈസ് ബോണസ് നിങ്ങൾക്ക് കിട്ടുന്നത് 3,520 രൂപയാണ്. ഇനി 1,00,000 രൂപയുടെ ഒരു പിക്കപ്പ് സെന്റർ ആണ് ഒരു വ്യക്തി എടുക്കണമെങ്കിൽ അദ്ദേഹം ആ പിക്കപ്പ് സെന്റർ എടുക്കുമ്പോൾ നമുക്ക് 800 മാച്ചിങ് പോയിന്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 800 PV ലെഫ്റ്റ് റൈറ്റ് മാച്ച് ചെയ്താല് 7,040 രൂപയായിരിക്കും നിങ്ങൾക്ക് സർപ്രൈസ് ബോണസ് കിട്ടുന്നത്. 2,00,000 രൂപയുടെ ഒരു പിക്കപ്പ് സെന്റർ ആണ് നിങ്ങൾ ആരെക്കൊണ്ടെങ്കിൽ എടുപ്പിക്കണമെങ്കിൽ അതിന് നമുക്ക് കിട്ടുന്നത് 1000 പോയിന്റ് ആണ്. എന്ന് പറഞ്ഞാൽ അത് മാച്ച് ചെയ്താൽ 8,800 രൂപയാണ്. എന്ന് പറഞ്ഞാൽ സർപ്രൈസ് ബോണസ് ഒരു കട്ട് ഓഫിൽ 8,800 രൂപയും ഒരു ദിവസം 17,600 രൂപ വരുമാനം മേടിക്കാം. നമ്മുടെ അവയർനെസ് ബോണസ് പോലെ തന്നെ 17,600 രൂപ പെർ ഡേ ഇൻകം മേടിക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പ്ലാൻ ആണ് സർപ്രൈസ് ബോണസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ടീം റീപർച്ചേസ് ആണ് ഇനി നമ്മളുടെ പ്ലാൻ. അത് മന്ത്ലി നമ്മൾ മിനിമം 0.25 PV ആണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. അത് നിർബന്ധമാണ്. ക്വാളിഫൈ ചെയ്യാത്ത ആൾക്കാർക്ക് മാത്രം, നിർബന്ധമല്ല. ക്വാളിഫൈ ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളും ഈ പറയുന്ന 0.25 PV മിനിമം ഒരു മാസം റീപർച്ചേസ് ചെയ്തിരിക്കണം. ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് മിനിമം നമ്മൾ ഒരു മാസം 0.25 MPV പർച്ചേസ് ചെയ്യുക. അങ്ങനെ 0.25 MPV ലെഫ്റ്റ് റൈറ്റ് മാച്ചിങ് സംഭവിച്ചാൽ അപ്പൊ തന്നെ നമ്മൾക്ക് 187 രൂപ 50 പൈസ കമ്പനി എന്ത് ചെയ്യും? പേ ഔട്ട് തരും എന്നുള്ളതാണ്. അല്ലാണ്ട് ഇത് 100 PV ആകണ്ട. ഇത് ഏത് സമയത്തും ഇത് മാച്ചിങ് നടക്കുന്നു. ആ സമയത്തൊക്കെ തന്നെ നിങ്ങളുടെ ഈ പറയുന്ന റീപർച്ചേസ് ഇൻകം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ജൂലൈ 1-ാം തീയതി മുതൽ വളരെ നിർബന്ധമായിട്ട് നമ്മൾ ഇത് ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമാണ് എന്ത് പറ്റുന്നത്? നമ്മുടെ LRP പോയിന്റ് കമ്പനിക്ക് സംരക്ഷിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇതിനകത്ത് കമ്പനി പറയുന്നത് ടിൽ യുവർ ആക്ടിവേഷൻ ഡേറ്റ് ഓൾ LRP മന്ത്ലി റീപർച്ചേസ് വിൽ ബി പ്രൊട്ടക്റ്റഡ് ബൈ ദ കമ്പനി സിസ്റ്റം. അപ്പൊ ഒരുപക്ഷെ നമ്മളുടെ ഈ പറയുന്ന ഡേറ്റ്, ആക്ടിവേഷൻ ഡേറ്റിലാണല്ലോ നമ്മൾ ഇത് ചെയ്യേണ്ടത്. സെൽഫ് റീപർച്ചേസ് ടു ബി ഡൺ ഓൺലി ഓൺ യുവർ ആക്ടിവേഷൻ ഡേറ്റ്. അപ്പൊ നമ്മുടെ ആക്ടിവേഷൻ ഡേറ്റ് 25-ാം തീയതി ആണെങ്കിൽ ആ 25-ാം തീയതി വരെ അതിക്ക് മുമ്പ് വരുന്ന എല്ലാ എന്താ പറയുന്നത് റീപർച്ചേസ് PV ആണെങ്കിലും LRP പോയിന്റ് ആണെങ്കിലും സിസ്റ്റം സംരക്ഷിക്കപ്പെടും. പക്ഷെ 25-ാം തീയതി രാത്രി 11:58 മുമ്പായിട്ട് നിങ്ങൾ റീപർച്ചേസ് ചെയ്തില്ല എന്നാണെങ്കിൽ അതുവരെ വന്നിരിക്കുന്ന എല്ലാ PVയും ഫ്ലഷ് ഔട്ട് ആയി പോകും, എല്ലാ LRP പോയിന്റും ഫ്ലഷ് ഔട്ട് ആയി പോകും എന്നുള്ളത്. അപ്പൊ അത് നിങ്ങൾ ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ സംഭവിക്കുന്നത് അവയർനെസ് ആൻഡ് ഫാമിലി ബോണസ് ടെമ്പററിലി ഹോൾഡ് ചെയ്യപ്പെടും. അപ്പൊ റീപർച്ചേസ് ചെയ്യാത്ത ആൾക്കാരുടെ മദർ ഇൻകം ടെമ്പററിലി ഹോൾഡ് ചെയ്യപ്പെടും. എപ്പോഴാണോ നിങ്ങൾ റീപർച്ചേസ് ചെയ്യുന്നത് അതിന്റെ പിറ്റേ ആഴ്ചയുള്ള പേ ഔട്ടിൽ അത് റിലീസ് ചെയ്യപ്പെടും. ഇത് സിസ്റ്റമാണ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ മദർ ഇൻകവും അതുപോലെ അവയർനെസ് ബോണസും ഫാമിലി ബോണസും ബ്ലോക്ക് ആകാതെ ഇരിക്കണമെങ്കിൽ മിനിമം 1,100 രൂപയുടെ റീപർച്ചേസ് എങ്കിലും നമ്മൾ ഒരു മാസം ചെയ്തിരിക്കുക.